സർക്കാരിലെ VC നിയമനത്തിൽ സർക്കാരുമായി പോര് കടുപ്പിക്കുകയാണ് വീണ്ടും ഗവർണർ. ഇപ്പോ നിർണായക നീക്കവുമായി ഗവർണർ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. VC നിയമന പ്രക്രിയയിൽ നിന്നും മുഖ്യമന്ത്രിയെ നീക്കണം എന്നാണ് ഗവർണറുടെ ആവശ്യം. കൂടുതൽ വിവരങ്ങൾ ശരത് ലാലിനോട് ചോദിക്കാം. ശരത്ത്, ഈ സർവകലാശാല വിഷയത്തിൽ അങ്ങനെ വീണ്ടും ഒരു സർക്കാർ ഗവർണർ പോര് വരുന്നു, അങ്ങനെ വിലയിരുത്തണം അല്ലേ? അതേ സേതുലക്ഷ്മി, സർക്കാരിനെതിരെ വീണ്ടും ഗവർണർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. കാരണം സെർച്ച് കമ്മിറ്റിയിൽ ഇപ്പോൾ സെർച്ച് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയോടാണ്. അത് ഒഴിവാക്കിക്കൊണ്ട് ചാൻസലർ തനിക്കാണ് സെർച്ച് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നാണ് ഇപ്പോൾ ഗവർണർ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ UGC പ്രതിനിധിയെ സെർച്ച് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണം, UGC പ്രതിനിധിയില്ലാത്ത സെർച്ച് കമ്മിറ്റി തിരഞ്ഞെടുക്കാൻ പാടില്ല എന്നീ രണ്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇപ്പോൾ സുപ്രീം കോടതിയെ ഗവർണർ സമീപിച്ചിരിക്കുന്നത്. ഇതിൽ വളരെ പ്രധാനം മുഖ്യമന്ത്രി ഈ പ്രക്രിയയിൽ നിന്ന് ഒഴിവാക്കണം. മുഖ്യമന്ത്രിക്ക് അക്കാദമിക് തലത്തിലുള്ള കാര്യങ്ങൾ ഇടപെടാനുള്ള അധികാരമില്ല. ചാൻസലർ UGC നിയമത്തിലും ചാൻസലർക്കാണ് ഇതിനുള്ള അധികാരം. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ നേരത്തെ സെർച്ച് കമ്മിറ്റിയുള്ള ഉത്തരവ് പരിഷ്കരണം ആവശ്യപ്പെട്ടാണ് ഇത്തരമൊരു നടപടിയുമായിട്ട് ഗവർണർ നേരിട്ട് തന്നെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. വളരെ പ്രാധാന്യമുള്ളൊരു ഹർജിയാണിത്. കാരണം ഇത് കേരളത്തിനെ മാത്രമല്ല മറ്റു പല സംസ്ഥാനങ്ങളിലെയും സുപ്രീം കോടതി നിയോഗിക്കുന്ന സെർച്ച് കമ്മിറ്റിയിൽ ആർക്ക് റിപ്പോർട്ട് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള ഭരണഘടനാപരമായ ഒരു തീരുമാനമാണ് ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയാണോ അല്ലെങ്കിൽ ചാൻസലറാണോ സർവകലാശാലയുടെ മേലധികാരി എന്ന കാര്യത്തിലാണ് വ്യക്തത വേണ്ടത് എന്ന ഒരു ആവശ്യമാണ് ഹർജിയിലൂടെ ഉന്നയിച്ചിരിക്കുന്നത്. ഏതായാലും ഹർജി ഉടൻ തന്നെ പരിഗണിക്കപ്പെടും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും സർക്കാരുമായി ഒരു കാര്യത്തിന് ഒത്തുതീർപ്പില്ല, പ്രത്യേകിച്ചും സർവകലാശാല വിഷയത്തിൽ എന്ന് തന്നെയാണ് നമുക്ക് ഇതുകൊണ്ട് മനസ്സിലാക്കുന്നത്. സേതുലക്ഷ്മി, അതാണ് ശരത്ത്, അത് തന്നെയാണ് കാര്യം. ഈ സർക്കാരുമായി ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കോ അല്ലെങ്കിൽ ഒത്തുതീർപ്പിനോ തയ്യാറല്ല എന്നൊരു പ്രഖ്യാപനമാണ് വീണ്ടും ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അങ്ങനെ സർവകലാശാല VC നിയമനത്തിൽ വീണ്ടും സർക്കാരുമായി പോര് കടുപ്പിക്കുകയാണ് ഗവർണർ. വിവരങ്ങൾ നൽകുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് ശരത്ത്.